എറണാകുളം നഗരത്തിൽ സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ അരങ്ങുവാഴുന്നു. ഓൾഡ് കത്രിക്കടവിൽ സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയത് പോലീസ് കണ്ടെത്തി കേസെടുത്തതോടെയാണ് വൻ റാക്കറ്റുകളെക്കുറിച്ച് പുറംലോകമറിഞ്ഞത്. ഈ കേസിൽ ഗുണ്ട ഫായി നസീറിനെ പോലീസ് പ്രതിയേർത്തു. ഇയാൾ മുൻകൈയെടുത്താണ് സ്പാ തുടങ്ങിയതെന്നും കൂട്ടാളികളാണ് സ്ഥാപനം നോക്കി നടത്തിയതെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇയാളെ കേസിൽ പോലീസ് പ്രതിയേർത്തത്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ 8 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് റെയ്ഡിന് എന്നപ്പോൾ 2 ബാംഗ്ലൂർ സ്വദേശിനികളും 1 കൊല്ലം സ്വദേശിനിയും സ്പായിലുണ്ടായിരുന്നു. ഓൾഗ ഹോം സ്റ്റേ എന്ന പേരിലായിരുന്നു ഈ സ്ഥാപനം നടത്തിയിരുന്നത്. ലൈസൻസ് ഇല്ലാത്ത സ്പാ അന്ന് തന്നെ പോലീസ് പൂട്ടിച്ചതാണ്. സമീപവാസികളുടെ പരാതികളെ തുടർന്നാണ് ഈ മാസം 2-ാം തീയതി രാത്രി നടന്ന പരിശോധനയിൽ ഫായി നസീറിൻ്റെ കൂട്ടാളികൾ വലയിലായത്. എറണാകുളം സെൻട്രൽ അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. 9 മാസം മുമ്പാണ് 3 നിലയിലുള്ള കെട്ടിടത്തിൽ ഓൾഗ സ്പാ പ്രവർത്തനം തുടങ്ങിയത്. രാവിലെ മുതൽ പുലർച്ചെ വരെ സ്പാ പ്രവർത്തിച്ചിരുന്നതോടുകൂടിയാണ് നാട്ടുകാർക്ക് സംശയമായത്. നെട്ടൂർ ഭാഗത്ത് ചുമട്ടുതൊഴിലാളിയായിരുന്ന ഫായി നസീർ 2 പതിറ്റാണ്ട് മുമ്പാണ് ഗുണ്ട കൊട്ടേഷൻ സംഘത്തിനൊപ്പം ചേർന്നത്. കൊലപാതക ശ്രമം, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങി 15ലധികം കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നെങ്കിലും മിക്ക കേസുകളിലും കോടതി കുറ്റവിമുക്തനാക്കി. ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്പാകളും ആയുർവേദ മസാജ് സെൻ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. മിക്കയിടത്തും ഇതിൻ്റെ എല്ലാം മറവിൽ അനാശാസ്യമാണ് നടക്കുന്നത്. പല സ്ഥാപനങ്ങളെക്കുറിച്ചും ഒട്ടേറെ പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ പല പരാതികളും രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ പോലീസ് മുക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇതുപോലുള്ള പല കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കോവളത്തും വിഴിഞ്ഞത്തുമൊക്കെ ടൂറിസത്തിൻ്റെ മറവിലും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.